ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലങ്കൈ ഡി കമ്പനിയുടെ ഇപ്പോഴത്തെ ചീഫ് സലിം ദോലയെ ഇന്ത്യ ടർക്കിയിൽ നിന്ന് പൊക്കി. ഇന്ത്യ രഹസ്യമായി കഴിഞ്ഞ ദിവസം ടർക്കിയിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും അന്താരാഷ്ട്ര പ്രശസ്തനായ അജിത് ഡോവലിൻ്റെ നീക്കത്തിലൂടെ നമുക്ക് സലിം ദോലയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ബോംബെ അധോലോക നായകൻ നമുക്കറിയാം. ദാവൂദ് ഇബ്രാഹിമിൻ്റെ റൈറ്റ് ഹാൻഡാണ് സലിം ദോല. അയാളെ 2018 ഇന്ത്യയിൽ നിന്ന് കടന്നതാണ്. 2018 ബോംബെയിലുള്ളൊരു കേസിനകത്ത് നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി ഇന്ത്യയിൽ നിന്ന് മുങ്ങി. സൂറത്തിലെ ഡ്രഗ്സ് കടത്തതിൻ്റെ കേസിലാണ് പിടിച്ചത്. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മുന്തിയ ഡ്രഗ്സ് കടത്തുന്നതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം ഈ സലിം ദോല തന്നെയാണ്. ടർക്കിയിലെ ഈസ്താംബൂളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെ രഹസ്യമായി പൊക്കിയത്. ഏപ്രിൽ 25 അവിടുത്തെ ഈസ്താംബൂൾ നാർക്കോട്ടിക് പോലീസിൻ്റെ സഹായത്തോടു കൂടിയും ഇൻ്റർപോളിൻ്റെ സഹായം ഭാഗത്തോടെയും ആണ് അജിത് ഡോവലും സംഘവും സലിം ദോലയെ ടർക്കിയിൽ നിന്ന് പൊക്കിയത്. സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 25 ഡൽഹിക്ക് കൊണ്ടുവന്നു. അയാളെ ബോംബെ പോലീസിന് കൈമാറി. അതിനുശേഷം തിരിച്ച് NIA, CBI ഇവരൊക്കെ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും സൂറത്തിലും ഗുജറാത്തിലും പല സ്ഥലത്തും ഇയാൾക്കെതിരായിട്ട് കേസുണ്ട്. ബോംബെയിലും കേസുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്ന വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിം. അത് UN-ഉം ഇന്ത്യയും അതുപോലെ തന്നെ US-ഉം അവരെല്ലാം ഇയാൾ ഇൻ്റർനാഷണൽ ക്രിമിനലായി ഡിക്ലെയർ ചെയ്ത വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിം. അതോടെ വലത്ത് കൈയായ സലിം ദോലയും. പാകിസ്ഥാനിലാണ് ദാവൂദ് ഇബ്രാഹിം എന്നാണ് പറയുന്നെങ്കിലും അതിന് കൃത്യതയില്ല. എങ്കിലും US-ൻ്റെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇയാൾ പാകിസ്ഥാനിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് ഏകദേശം 71 വയസ്സുണ്ടാവണം. 1955 ബോംബെയിലെ അന്താരാഷ്ട്ര ക്രിമിനലായ ദാവൂദ് ഇബ്രാഹിം ജനിച്ചത്. ക്രമേണ അധോലോക നായകനായി വളർന്നു. ഇന്ത്യ പല കേസിലും വാണ്ടഡായി. ഇന്ത്യയിലേക്കും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും സ്വർണം കടത്തുന്നതും ഡ്രഗ്സ് കടത്തുന്നതും അതിലെ തലപ്പത്തിരിക്കുന്ന ഇയാളാണ്. അന്താരാഷ്ട്ര കുറ്റവാളി തന്നെയാണ്. അന്താരാഷ്ട്ര സ്മഗ്ലറാണ്. പക്ഷേ പാകിസ്ഥാനിൽ തന്നെയാണ് ഇയാളെന്നാണ് ഇന്നും കരുതുന്നത്. പാകിസ്ഥാൻ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഭീകരബന്ധമുള്ളയാളെ മഹാരാഷ്ട്ര ATS സലിം ദോലയെ ചോദ്യം ചെയ്തു. അത് ദാവൂദ് ഇബ്രാഹിമിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. എങ്കിലും ഇന്ത്യയുടെ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ വളരെ കൃത്യമായ ഒരു നീക്കത്തിലൂടെയാണ് ഇയാളെ പൊക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇതിന് ശേഷം ഇയാളെ ചോദ്യം ചെയ്ത ശേഷം മിക്കവാറും ലോകത്തിലെ വാണ്ടഡായ ദാവൂദ് ഇബ്രാഹിമിനെ പിടികൂടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും അയാളുമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ഡ്രഗ്സ് കടത്തുകയും ചെയ്യുന്ന സലിം ദോലയെ അത് വേറൊരു രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് ടർക്കിയിൽ നിന്നും അയാളെ പൊക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അജിത് ഡോവൽ സംഘത്തിൻ്റെയും അവരുടെ കഴിവ് തന്നെയാണ്. ഇൻ്റർനാഷണലായ പ്രത്യേകിച്ച് ഇതുപോലെ ഡ്രഗ്സ് കടത്തുന്ന സംഘങ്ങളുടെ കേന്ദ്രമായ ടർക്കിയിൽ തന്നെ ആണ് ഇയാളെ പൊക്കിയത്. ടർക്കി പോലീസിൻ്റെ സഹായം തീർച്ചയായിട്ടും അക്കാര്യത്തിലുണ്ട്. ആ സഹായം നേടിയെടുക്കുന്നതിന് അവരുമായിട്ട് ലൈസൻസ് സ്ഥാപിക്കുന്നതിനൊക്കെ അജിത് ഡോവലിന് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഈ നീക്കം തീർച്ചയായിട്ടും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളതാണ്. അന്താരാഷ്ട്ര റെക്കഗ്നീഷൻ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. തുടർന്ന് നമുക്ക് അജിത് ഡോവലിൻ്റെ സമയത്ത് തന്നെ ദാവൂദ് ഇബ്രാഹിമിനെയും കൂടെ അറസ്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.